സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭന ടീച്ചർ. ഇന്ന് രാവിലെ എണീറ്റ് ടെറസിൻ്റെ മുകളിൽ ഒരു മാവിൻ്റെ കൊമ്പ്, ആ നിറച്ച് മാങ്ങയുള്ള കൊമ്പ് താ വീണെടുക്കുന്നത്, മാങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട്. ഇനി ആ മാങ്ങയൊക്കെ ഞാൻ ഓരോ തരത്തിലുള്ള അച്ചാറുണ്ടാക്കാൻ പോകും. ഇതിപ്പോൾ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അധികം പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഒരേ മാങ്ങയെ പകുതി 4 കഷ്ണാക്കി മുറിച്ച് വെച്ചിരിക്കുക. ഈ മാങ്ങ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മഞ്ഞളും ഉപ്പും പെരട്ടി വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് മഞ്ഞളും ഉപ്പും പെരട്ടി വെയിൽ കൊള്ളിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. ഇടാൻ പോകാം കേട്ടോ. കുറച്ച് ഉപ്പ്, അധികം ഉപ്പൊന്നും വേണ്ട, നല്ല കുറച്ച് ഉപ്പിടാം. 2-3 സ്പൂൺ ഉപ്പിട്ട് അത് കഴിഞ്ഞ് മഞ്ഞളിടാം. 1 ടീസ്പൂൺ മഞ്ഞൾ ഇങ്ങനെ സ്പ്രെഡാക്കി ഇടാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നല്ലപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പോരാ, കുറച്ചും കൂടി ഇടാം. ലേശം കൂടി മഞ്ഞൾ ഇട്ടാം കേട്ടോ, നല്ല മഞ്ഞ നിറം വരും. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂട്ടാക്കും മസാലയൊക്കെ ചേർത്ത് നല്ല അച്ചാറാക്കി. ഒരു കേടും വരില്ല. അതിന് സ്പെഷ്യൽ പ്രത്യേകത എന്താ വെച്ചാൽ കടുകെണ്ണ വേണം. എല്ലാ പീസിലും ഇതാ മഞ്ഞളും ഉപ്പും പുരട്ടി നല്ലതായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ടാക്കാൻ പോകും. അവിടെ ചെന്നിരുന്ന് നല്ല പോലെ വെയിൽ കൊള്ളും. നല്ല പോലെ വെയിൽ കൊണ്ട് ഇന്നത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒന്ന് നല്ലോണം ശൃംഗാവും. അപ്പോൾ പിന്നെ നാളത്തെ കൂടി വേണമെങ്കിൽ കൊള്ളിക്കാം. എന്നിട്ട് അതിൽ മസാല ചേർത്ത് വയ്ക്കാം. മസാല എന്ന് പറഞ്ഞാൽ ഇത് പെരുംജീരകം, ജീരകം, ഉലുവ, അജ്വൈൻ, കലാഞ്ചി എന്ന് പറയും, കറുത്ത ജീരകം, അതൊക്കെയാണ് പൊടിച്ച് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടിട്ട് വേണം എനിക്കിതിൽ ചേർക്കണമെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഇത് ഞാൻ വെയിൽ കൊള്ളിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. വെയിൽ കൊള്ളാൻ കൊണ്ടിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് പോകാം.